സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ സമാധാനപരമായി സമരം ചെയ്തു കൊണ്ടുപോകുന്ന നിസ്വരും നിസ്സഹായരുമായ ജനങ്ങളെ പിണറായി രാജാവ് കളക്ട്രേറ്റിൽ വരുന്നതിൻ്റെ പേരിൽ 330 ദിവസമായി സമരം ചെയ്യുന്ന പന്തലിൽ നിന്ന് ബലം പ്രയോഗിച്ച് മൃഗീയമായി വലിച്ചിഴച്ച് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടച്ചിരിക്കുക. സോഷ്യലിസം നാവിൻ തുമ്പിലും സാമ്രാജ്യത്വ സാമ്പത്തിക പാദസേവ പ്രയോഗത്തിനും വരുത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ കിടപ്പാടം നഷ്ടപ്പെടുന്ന അതിനുവേണ്ടി 11 വർഷമായി സമരം ചെയ്യുന്നു ജനാധിപത്യ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ബഹളം കൂട്ടിയാൽ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടക്കുമെന്നാണ് പറയുന്നത്. നിവേദനം തരാൻ തയ്യാറുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം എന്നാണ് പറയുന്നത്. എന്താ ഞങ്ങൾ അടിമകളല്ല. സമ്പന്നർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന സർക്കാരിന് നിവേദനം സമർപ്പിച്ച് സ്വയം പണയം കൊടുക്കേണ്ട കാര്യമില്ല. സമരം മുന്നോട്ട് തന്നെ പോകും. അറസ്റ്റും ജയിലും തടവറയും ജനങ്ങൾക്ക് ഒത്തിരി. സമ്പന്നരെ പൗരപ്രമുഖരെന്ന നിലയിൽ കൂടെയിരുത്തുകയും ഒരു കരിയിലനക്കത്തെ പോലും ഭയക്കുന്ന ഈ മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയല്ല. വലത് പിന്തിരിപ്പന്മാർക്ക് കേരളത്തെ അടിയറ വയ്ക്കുന്ന ഒരു കരിങ്കാലി വർഗസമരത്തെ ഒറ്റുകൊടുക്കുന്ന ഒരാളാണ് പിണറായി. ദിവസമായി സമരം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഉടനെ ഒഴിഞ്ഞു പോകണമെന്ന് മുഖ്യമന്ത്രി വരുന്ന ദിവസം ഇവിടെ സമരം ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞാണ് ആദ്യം പോലീസ് വന്നത്. സമരം നിർത്താൻ കഴിയില്ലെന്നും അതേസമയം ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ബോംബ് ഭീഷണിയുണ്ടെന്നും കരിങ്കൊടി വീശുമെന്നും എല്ലാം പറഞ്ഞ് ഭീഷണി വയ്ക്കുകയാണ് ഇവർ ചെയ്തത്. പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണറും CIയും എല്ലാം മാറി വന്നു. ഏറ്റവും പ്രായം ചെന്ന സാധാരണക്കാരായ സ്ത്രീകളടക്കം അവിടെ ഇരിക്കുന്നത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇടിവണ്ടി കൊണ്ടുവന്ന് ഒരാൾക്ക് 5ഉം 10ഉം പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് സ്റ്റേഷനിൽ വരുമ്പോൾ നിവേദനം കൊടുക്കാണെങ്കിൽ തരൂ, ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ആരെങ്കിലും കൂടെ വിട്ടാൽ കൊടുക്കാമെന്ന്. ക്യാബിനറ്റിലെ മന്ത്രിമാരെ പോലെ അടിയന്മാരല്ല ജനം, ആത്മാഭിമാനമുള്ള ജനങ്ങളാണ്. നിസ്വരാണ്, കിടപ്പാടമില്ലാത്തവരാണ്, ജപ്തി ചെയ്യപ്പെടുന്നവരാണ്. പക്ഷേ വർഗബോധമുള്ളവരാണ്, ആത്മാഭിമാനമുള്ളവരാണ്. ഇത്തരമൊരു ഫാസിസ്റ്റ്, സോഷ്യൽ ഫാസിസ്റ്റിന് നിവേദനം കൊടുക്കേണ്ട കാര്യം. ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് കിടപ്പാടം ജപ്തി ചെയ്യരുത്, ജപ്തി ചെയ്ത കിടപ്പാടങ്ങൾ തിരിച്ചു പിടിച്ചെടുക്കേണ്ടതായി വരും. ദരിദ്രരായ ജനങ്ങൾക്ക് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളേണ്ടതുണ്ട്. 15 ലക്ഷം കോടി രൂപയാണ് സമ്പന്നരുടേത് എഴുതിത്തള്ളിയത്. അവർക്ക് സർഫാസി നിയമം, പാപ്പരത്ത നിയമം, ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി, അവർക്ക് ഇളവുകൾ കൊടുക്കുന്നു. അതേസമയം 1.5 സെന്റ് 3 സെന്റുള്ള കിടപ്പാടങ്ങൾ ജപ്തി ചെയ്ത് തെരുവിലെറിയും. സർഫാസി നിയമം റദ്ദാക്കുക,
ആസ്തി പുനർനിർമ്മാണ കമ്പനികൾ സമ്പന്നരുടേത് കേരളത്തിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുക. ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന സാധാരണക്കാരൻ്റെ കിടപ്പാടം ചുളുവിലൊക്കെ ലേലം ചെയ്യുന്ന കച്ചേരി അടച്ചുപൂട്ടുക. DRT, CJN കോടതികൾ ദരിദ്രരെ